പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അങ്ങ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത രണ്ടാമത്തെ കത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്താ പാർട്ടി പറയുന്നത്? പാർട്ടി പറയുന്നത് ഇല്ല എന്നാണ്. ഞാൻ ഡോക്ടർ അരുൺ, ഞാനത് പുറത്തു വിടണം. സത്യത്തിൽ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും കൂടി എടുത്ത് ഞാനത് വായിച്ചു. ഞാനതിൽ കുറേ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് പുറത്തേക്ക് വന്നാൽ ചില്ലറ തകരാറുകളല്ല പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഒരു സത്യത്തിൽ ഒരു ഇരട്ട മൈൻഡിലാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങ് ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചുരുങ്ങിയ പക്ഷം 3 പ്രധാനപ്പെട്ട വീഴ്ചകളെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. RSS ബന്ധം, തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊടുവിൽ ഹോം സെക്രട്ടറി തന്നെ DGP തയ്യാറാക്കിയ ശുപാർശയിന്മേൽ ADGPയുടെ റിപ്പോർട്ട് തള്ളിയത്, മൂന്നാമത്തത് താങ്കൾ പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവും. ഈ 3 മിനിമം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പി ശശിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു സൂചന മുന്നിലോട്ട് കൊടുക്കാൻ, അദ്ദേഹത്തിന് വീഴ്ച പറ്റിയതായി നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നതിനും അപ്പുറത്തേക്ക് ഒരു സൂചന കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതങ്ങ് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. നയനാർ സർക്കാരിൻ്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അന്ന് മണിച്ചൻ മുതലുള്ള കേസുകളിൽ ആരോപണ വിധേയനായി പല ഘട്ടങ്ങളിലും നിന്ന, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന, അവിടെ നിന്ന് അവിശ്വസനീയമാവിധം തിരിച്ചു കയറി വന്ന പി ശശിക്കെതിരെ അങ്ങനൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അങ്ങ് സൂചിപ്പിക്കുകയെങ്കിലും വേണം. കാരണം ഇപ്പോൾ എല്ലാ പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒരു സംശയം നിൽക്കുന്നത്, താങ്കൾ പറഞ്ഞതിൽ വലിയ ആരോപണം പി ശശിക്കെതിരെ ഇല്ല, ഇതൊക്കെ താങ്കളുടെ തോന്നലാണ്. പക്ഷേ ഇങ്ങനൊരു ആരോപണം താങ്കൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടോ? ഒരു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം പി ശശിക്കെതിരെ താങ്കൾ കൊടുത്ത രേഖയിലുണ്ടോ, പരാതിയിലുണ്ടോ? കൃത്യമായ സൂചന അതിലുണ്ട് ഡോക്ടർ അരുൺ. സൂചന നൽകിയിട്ട് ഞാൻ പാർട്ടിയോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. കൃത്യമായ സൂചനയുണ്ട്. അത് പഴയ കേസാണോ പുതിയ കേസാണോ? അല്ല, ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനൊരു പരാതി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണോ? അങ്ങനൊരു പരാതി അവിടെ ഉണ്ട്? അല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പാർട്ടിയോട് സൂചിപ്പിച്ചത്. എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എഴുതി കൊടുക്കുകയും അത് നേർക്കുനേരെ പരാതിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ, പിന്നീട് തന്നെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഈ വിഷയത്തിൽ പിന്മാറണം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടും ആ കാര്യങ്ങൾ അവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ ഈ കാര്യങ്ങൾ എന്താണ് ആ എഴുതിയതിൻ്റെ ബാക്കി പത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പുറത്ത് വിടാറുണ്ട്, കുഴപ്പമില്ലല്ലോ. അല്ലല്ല, അതാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊരു പീഡന പരാതിയോ കേസോ പി ശശിക്കെതിരെ ഇല്ല. അവിടെയാണ് മുഖ്യമന്ത്രി പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക്. മാതൃകാപരമായ പ്രവർത്തനം അല്ലേ? എന്നെ സംബന്ധിച്ച്, ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അതായിരിക്കും വലിയ ഇഷ്യൂ പി ശശിക്കെതിരെ. പക്ഷേ ഞാനതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ കാര്യമാണത്. മറ്റത് മുഴുവൻ പൊളിറ്റിക്കലാണ്, സാമൂഹ്യപരമാണ്, പാർട്ടിക്ക് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇതിപ്പോൾ അവസാനം ഈ പറയുന്ന ഈ സൂചന എന്ന് പറയുന്നത് അത് പ്യൂർലി അദ്ദേഹത്തിൻ്റെ പേഴ്സണലാണ്. അത് നെഗറ്റീവ് അടിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ബാധിക്കുള്ളൂ. അത് അത്രത്തോളം ഈ പാർട്ടിയെയോ ഭരണത്തെയോ ഒന്നും ബാധിക്കില്ല. അയാളങ്ങോട്ട് മാറ്റി നിർത്തി അത് തീർന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്ന 5-8 കാര്യങ്ങൾ അതിനെ വളരെ വളരെ ഗൗരവമാണ്. അതിന് ഏറ്റവും ഗൗരവം കുറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന ഈ സൂചനകൾ. അങ്ങ് എപ്പോഴായിരിക്കും ആ കത്ത് അങ്ങ് പുറത്തു വിടുന്നുണ്ടോ ശരിക്കും പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത പരാതി? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചെറിയ ഒരു മാനസിക പ്രയാസം എനിക്കതിലുണ്ട്. ഞാൻ നോക്കട്ടെ. കാരണം അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പാർട്ടിക്ക് വളരെ സ്വകാര്യമായി കൊടുത്തൊരു കത്തല്ലേ. ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ അന്ന് കരുതുന്നില്ലല്ലോ. ഇതൊക്കെ ഒരു സത്യസന്ധമായി പോകുമെന്നല്ലേ നമ്മൾ കരുതിയത്. അതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ ചിലതൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വരുമ്പോൾ ചെറിയൊരു എന്താ പറയുക, നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവരങ്ങോട്ട് പോകുന്നത് നോക്കട്ടെ. ഈ ചളിവാരിയെല്ലാം എവിടെ എത്തുന്നു ഞാനൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
താങ്കളെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം ഇപ്പോൾ ടയർഡാണ്. 11 മണിയായിരുന്നു. ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാൻ മതി. കാരണം അങ്ങേക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം നമ്മൾ അവസാനിപ്പിക്കുന്ന അവിടെയാണ്. അങ്ങ് ഓം ശാന്തി പറഞ്ഞുകൊണ്ടും കർത്താവിനെ സൂചിപ്പിച്ചുകൊണ്ടും അസ്സലാമുലൈക്കും പറഞ്ഞുകൊണ്ടും ലാൽ സലാം പറഞ്ഞുകൊണ്ടുമാണ് അങ്ങ് ഇന്നലെ പ്രസംഗം തുടങ്ങിയത് തന്നെ. പക്ഷേ പാർട്ടി ഇപ്പോഴും പറയുന്നത് താങ്കൾ കളിക്കുന്നത് വിശ്വാസ രാഷ്ട്രീയമാണ് എന്നാണ്. ജമാഅത്തയുടെ, SDP-യുടെ അങ്ങനെയാണ് എന്നൊരു ആരോപണം, ഒരു ചാപ്പ അങ്ങേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ എങ്ങനെ ആ ചാപ്പയിൽ നിന്ന് രക്ഷപ്പെടും ശ്രീ PB അൻവർ? ഞാനങ്ങനെ ചാപ്പ വീണെന്ന് വിശ്വസിക്കുന്നില്ല. അത് ഡോക്ടർ അരുണിന്റെ മാത്രം തെറ്റിദ്ധാരണയാണ്. അല്ലല്ല, അത് നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങിയെന്ന് അന്വേഷിച്ചു. ചാപ്പ എന്നുള്ള ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം തീക്കൊള്ളി എന്ന് പറഞ്ഞത് അതാണ്. ഇപ്പോൾ P. രാജീവിന്റെ ലേഖനത്തിലുള്ളത് അതാണ്. LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഓ, ഞാനത് വായിക്കാം. അല്ല, അതായിക്കോട്ടെ. ആ കുത്തൽ ഏൽക്കില്ല. പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് സീലടിച്ച വല്ലതും പിടിക്കുമോ? അവിടെ ഈ പറയുന്ന ചുറ്റികയും എന്താ പറയുക സ്ക്രൂവും കൊണ്ടുവന്ന് അടിച്ച് കൊത്തിയെടുക്കണം പാറപ്പുറത്ത്. അല്ലാതെ ഒരു റബ്ബർ സ്റ്റാമ്പ് കൊണ്ടുപോയിട്ട് പാറപ്പുറത്ത് കുത്തുന്ന പോലെ അവരെൻ്റെ പുറത്തുനിന്ന് നെഞ്ചത്തുനിന്ന് ഇത് കുത്തിയിട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് ഇന്നലെ അത്രയും വിശദമായി അത് വിശദീകരിക്കപ്പെട്ടത്. ഇതൊക്കെ ഇപ്പോൾ പ്രപഞ്ച സത്യം ഈ നാട്ടിൽ ഉള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്.